ആ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും സങ്കടം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ പറയുന്നത് കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടി വാതിലൊക്കെ വലിച്ചടച്ച് സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ഇത്തരം അവസ്ഥകൾ ചെയ്യുന്നതാണ്. ഇവരെ സൃഷ്ടിച്ചത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട പാരൻസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ മക്കൾക്ക് നമ്മൾ വളരെ ചെറുതാകുമ്പോൾ തന്നെ മൊബൈൽ കാണിച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കും. ഇവരിതിന് അഡിക്റ്റ് ആവും. പിന്നെ നമ്മൾ കൂടുതലായും തോന്നി നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയും എന്തിനാ അവനെ കരയിപ്പിക്കുന്നത്, കൊടുത്തോ എന്ന് പറയും. നമ്മൾ കൊടുക്കും. കരഞ്ഞാൽ കിട്ടുന്ന കുട്ടി പഠിച്ചു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടിലും റിലേറ്റ് ചെയ്യാവുന്ന കൃത്യമായ ചില ഇതൊരു വാചകങ്ങളാണ്. ചിന്തക്കപ്പുറം യാഥാർത്ഥ്യവും എന്നും നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, ഇതിൽ പറയാനൊന്നുമില്ല. പരിഹാരങ്ങൾ എന്ത് എന്നത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലാ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത്. പക്ഷെ പരിഹാരങ്ങളും അറിയുന്നവർ തന്നെയാണ്. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ പ്രത്യാഘാതം ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇന്ന് അവതരിപ്പിച്ച വോയിസ് ഓഫ് പീസ്. അതെ. അതുമായി ബന്ധപ്പെട്ട് ഈ ഗെയിം അഡിക്ഷനിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അത് അവരുടെ ലൈഫിനെ സാരമായി ബാധിക്കുകയാണ്. അവർക്ക് മറ്റൊന്നിലും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം ഒരു ലക്ഷ്യബോധത്തോടു കൂടി പൂർത്തിയാക്കാനോ ഒന്നും കഴിയില്ല. അത് ഇപ്പോൾ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായമാകുന്നിടത്തോളം അവർ മുതിർന്നു വരുന്ന ആ നിലക്ക് അത് കൂടുതൽ ആ ഒരു കഴിവില്ലായ്മ, ആ ഒരു പ്രയാസങ്ങൾ കൂടുകയാണ് ചെയ്യുക. ഒരു കാര്യത്തിൽ ഒന്ന് കേന്ദ്രീകരിച്ചു കൊണ്ടൊന്നും ഇരിക്കാനോ ചെയ്യാനോ കഴിയാത്ത അവസ്ഥ നഷ്ടപ്പെട്ടു പോവാണ്. കാരണം റീൽസിൻ്റെ ലോകമായതുകൊണ്ട് സെക്കൻഡുകൾ ഇങ്ങനെ മാറി മാറി മറിയുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ സങ്കടം കഴിഞ്ഞാൽ സന്തോഷം, ഇവിടെ റൊമാൻറ്റിക് ആണെങ്കിൽ അവിടെ കളിയും ചിരിയും, അങ്ങനെ മാറി മാറി വന്ന് ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ്, രക്ഷിതാക്കൾ എല്ലാവർക്കും ഇതിൻ്റെ അപകടങ്ങൾ അറിയാത്തതായിട്ട് ആരുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ വേഗം കൂടിയപ്പോൾ, ജീവിത സാഹചര്യങ്ങളുടെ കോലം മാറിയപ്പോൾ നമുക്കും കുറച്ച് കാര്യങ്ങൾ തിരക്കായിപ്പോയി. ഞാനൊരു ഉപ്പയാണ്, നമ്മളൊക്കെ ഉപ്പമാരാണ്, ഉമ്മമാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ തിരക്കേറിയ നിലക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ അല്പസമയം ഒന്ന് ഒതുക്കി നിർത്താൻ, അവർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ, എല്ലാറ്റിനും ഈ ഡിവൈസ് വേണമെന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അത് വളരെ വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത്. പലപ്പോഴും വളരെ വലിയ മാതൃകകൾ പീസ് റേഡിയോയിലൂടെ നമ്മളതിന് കാണിച്ച് നൽകിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും സ്വീകരിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കഴിയില്ല എന്ന് വിചാരിച്ച് ഇനിയുള്ള കാലത്തെ എല്ലാ കുട്ടികളും അങ്ങനെയാണ്, ഇനിയുള്ള കാലത്തൊക്കെ ജനറേഷൻ ഒഴിവാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തീർച്ചയാണ് ഒഴിവാക്കാൻ കഴിയില്ല. ഈ ഡിവൈസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് സത്യമാണ്. പക്ഷെ ഓരോ പ്രായത്തിലും അവർക്ക് കിട്ടേണ്ട സമയവും കിട്ടേണ്ട ഡിവൈസും കിട്ടിയാൽ മതി, കിട്ടേണ്ട സൗകര്യങ്ങൾ കിട്ടിയാൽ മതി. അത് ഉറപ്പിക്കാനും അത് കൺട്രോൾ ചെയ്യാനും ഒരു പാരന്റ് വിചാരിച്ചാൽ നടക്കും. നടക്കില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടേണ്ട സംഗതിയൊന്നുമല്ല. അങ്ങനെ വിട്ടാൽ ചെറിയ കാര്യമൊന്നുമല്ല സംഭവിക്കാനിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ടോയ്സുകൾ തന്നെ എന്താണ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ദീനീപരമായിട്ടുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ കണ്ടൊരു ഇത്, കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ കഴിയുന്ന നമ്മുടെ ഒരു അലുമിനി ഗ്രൂപ്പിൽ വന്നൊരു സാധനമാണ്. അപ്പോൾ ഒരു കാർഡ്, ഒരു 112-200 അടുത്ത് വരുന്ന കാർഡ്. അപ്പോൾ ഈ കാർഡ് ഇടുമ്പോൾ അതിൽ അനിമൽസിൻ്റെ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറേ നെയിംസ്. ഒരു 3 വയസ്സ്, കാരണം ഈ കുട്ടികൾ 2 വയസ്സ് മുതലൊക്കെ മൊബൈലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആകർഷിച്ചു തുടങ്ങണം. 2 വയസ്സോ അല്ല, അതിലേക്ക് അല്ല ഞാൻ പറഞ്ഞ് പൂർണ്ണമായിട്ട് ലോക്ക് തുറക്കാൻ കഴിയുന്നു, ഇൻസ്റ്റ എടുക്കാൻ കഴിയുന്നു, യൂട്യൂബ് എടുക്കാൻ കഴിയും. കാരണം ഒന്നാമത് ഉമ്മമാർ, ആരെയും കുറ്റം പറയുന്നതല്ല, നമ്മളും സ്വാഭാവികമായിട്ട് വീട്ടിൽ പോകുമ്പോൾ പല കാര്യങ്ങളിലും മൊബൈലിൽ ഏർപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. ഉമ്മമാർ എല്ലാ പണിയും കഴിഞ്ഞിട്ടാവും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂജൻ ഉമ്മമാർ, കാരണം അവരുടെ പഠനവും മറ്റുമൊക്കെ ഉണ്ടാവും, നല്ലത് തന്നെയാവും. പലപ്പോഴും പാല് കൊടുക്കുന്ന സമയത്ത് പോലും ഒരു കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ കുട്ടിയാവുന്ന അവസ്ഥകൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇത് കണ്ട് വളരുന്നൊരു കുട്ടിക്ക് ഇതെന്തോ ഒരു നല്ല കാര്യമായിട്ട് കുട്ടി തന്നെ പഠിച്ചെടുത്തിട്ടുണ്ട്. അവിടുന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു അതെ. അപ്പോൾ അത്തരത്തിൽ പരിഹാരങ്ങളെക്കുറിച്ചാണ് പീസ് റേഡിയോ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാറുള്ളത്. ഇവിടെയും അത് തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ടോയ്സ് ആണെങ്കിലും അത്തരത്തിൽ ആക്ടിവിറ്റി കാർഡുകളാണെങ്കിലും അങ്ങനെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആ നിലക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ്, ഈ മൊബൈലല്ലാത്ത, ഡിവൈസ് അല്ലാത്ത, ടാബ് അല്ലാത്ത ആ നിലക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാവുന്ന ഒരുപാട് മെറ്റീരിയൽസ്, നമ്മുടെയൊക്കെ കീശക്കനുസരിച്ച്, നമ്മുടെ സാമ്പത്തികാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും. അത് പരമാവധി കുട്ടികൾക്ക് വാങ്ങി നൽകുക, അതിൽ എൻഗേജ്ഡ് ആക്കുക എന്നതൊരു പരിഹാരമാണ്. രക്ഷിതാക്കൾ എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യണം. അതില്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രതിസന്ധി കൂടിയാണ് ഈ മൊബൈലിലേക്ക് അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷനിലേക്ക് കുട്ടികൾ പോകുന്നത്. നമുക്ക് സമയം ഉണ്ടെങ്കിലും നമ്മൾ മൊബൈൽ അഡിക്ഷനിലാണ്. കാരണം കുട്ടികളൊപ്പം ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം ഒന്ന് സമയം ചെലവഴിക്കാനോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത്
ഇപ്പോൾ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാമല്ലോ. ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ നേതാവാണ്. അങ്ങനെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടത്. പ്രവാചകൻ എന്നുള്ളതിലുപരി എത്ര തിരക്കുണ്ടായിരുന്നു. അവിടുത്തെ ഇമാമാണ്, ഖത്തീബാണ്, സൈന്യാധിപനാണ്, എല്ലാം ഉണ്ടാവും. പക്ഷെ ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല വെല്ലുപ്പ, ഏറ്റവും നല്ലൊരു ഉപ്പ, ഇതൊക്കെ നമുക്ക് മാതൃക പഠിപ്പിച്ചെന്നാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ഇപ്പോൾ റസൂലുള്ള മദീനയിലേക്ക് വരുമ്പോൾ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വാഹനത്തിലൊന്ന് കയറ്റിയിരുത്തിയിട്ട് ആ മദീന എന്ത് ചെയ്യും? ഒന്ന് റൗണ്ട് അടിക്കും. അതായത് കുട്ടികളോടൊപ്പം റസൂലുള്ള സമയം ചെലവഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് തിരക്കില്ലേ? ഓരോ വീടിൻ്റെ വാതിലിലും പോയി അള്ളാഹിൻ്റെ റസൂൽ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ പരിഹാരമേകുന്നവൻ, ആ ഒരു പ്രശ്നത്തിന്, ആ ഒരു കാര്യത്തെ തീർപ്പാക്കാൻ അന്നത്തെ കാളിയായിട്ടുള്ള ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനും ഇടപെട്ടിട്ടും കുടുംബത്തിന് കൊടുക്കേണ്ട ഹക്ക്, പേരക്കുട്ടികൾക്ക് കൊടുക്കേണ്ട ഹക്ക്, മക്കൾക്ക് ഒക്കെ റസൂലിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പം അതിനേക്കാളും തിരക്കൊന്നും എന്തില്ല, നമുക്കാർക്കും ഇല്ല. കാരണം ഇത്രയും ടെക്നോളജികളൊക്കെ വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ ഇന്ന് നമുക്കൊരു സന്ദേശം അയക്കാൻ നമ്മുടെ മൊബൈലെടുത്ത് ഒറ്റ ക്ലിക്ക് അമർത്തിയാൽ മതി. അന്ന് അതില്ല. ഇന്ന് നമുക്കൊരാളെ വിളിക്കാൻ ഒരു ഫോൺ കോളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഷോർട്ട് കീ ഒക്കെ ആയതുകൊണ്ട് ഒറ്റ 1, 2, 3 അമർത്തി മതി, കഴിഞ്ഞു. അത്ര എളുപ്പമുള്ള കാലഘട്ടത്തിൽ നമ്മൾ സമയമില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഈ ഡിവൈസിലേക്ക് വരുമ്പോൾ, ടാബിലും ഫോണിലേക്കൊക്കെ വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുറഞ്ഞൊരു സമയം അവർക്ക് അത് അനുവദിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയും 20 മിനിറ്റ്, 25 മിനിറ്റ്, 2 വയസ്സുകാരന് ഇത്ര സമയം. കാരണം അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങളും അതിൻ്റെ ഗുണങ്ങളൊക്കെ നോക്കിയിട്ടാവുമല്ലോ. അതെ, ആ നിലക്ക് കൃത്യമായി 2 വയസ്സുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കണമെന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ആ വയസ്സിനെ എടുത്ത് പറഞ്ഞതല്ല. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പരമാവധി ഒഴിവാക്കണം നല്ലത്. എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്നൊരു സമയം കൃത്യമായി കൺട്രോൾ ചെയ്യുക. ഒരു അലാമൊക്കെ സെറ്റ് ചെയ്ത് ആ നിലക്ക് കൊടുക്കുക. ആ അലാറം അടിക്കുന്നതോട് കൂടി കുട്ടികൾ തിരിച്ചു തരുന്ന ഒരു രൂപം അത് പരിശീലിപ്പിക്കുക. അത് തിരിച്ചു വരുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പ്രോത്സാഹനം കൊടുക്കുക, അവരെ അഭിനന്ദിക്കുക. അങ്ങനെ അത് തിരിച്ചു തരുന്നത് ഒരു വലിയ കാര്യമായി അവരെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അതിലൊരു പരിഹാരം. മറ്റൊന്ന്, അവരങ്ങനെ കാണുന്ന സമയം വളരെ ചുരുങ്ങിയ ഒരു 10-20 മിനിറ്റ് ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് കാണുന്ന കണ്ടന്റുകൾ ഏറ്റവും നല്ലതാവണം. അവർക്ക് അവരുടെ ചിന്തകളെ മലീമസമാക്കുന്നതാകരുത്, പരലോകത്തൊരു കുറ്റം കിട്ടുന്ന കാര്യമാകരുത് എന്നതൊക്കെ നമ്മൾ ഉറപ്പിക്കണമല്ലോ. അല്ലേ? ഒരു കൂട്ടിച്ചേർക്കൽ നമ്മൾ കാണുന്നത് ആദ്യം എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. നല്ലതാണ്. കാരണം മക്കൾ ഒരിക്കലും വിഷ്വലാണ് എന്ത് ചെയ്യുക, പലപ്പോഴും മക്കൾ ഗ്രാസ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ അരുതേ, ചെയ്യരുതേ, ഇത് കാണണം, അത് കാണണം, ഇതൊന്നും ഒരു കാര്യമില്ല. കുട്ടികളിങ്ങനെ ഒപ്പിയെടുക്കണം ഓരോന്നും. നമ്മളിൽ നിന്ന് നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മൾ റീൽസ് കണ്ടിട്ട് അവരോട് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഷോർട്സ് കണ്ടിട്ട് പീസ് റേഡിയോൻ്റെ ഏതെങ്കിലും കുട്ടികൾക്കുള്ള ഏതെങ്കിലും പ്രോഗ്രാംസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. കുട്ടി കാണൂല, നമ്മളായിട്ട് കാണിച്ചു കൊടുക്കണം. അതെ. അപ്പോൾ അവിടെ നമുക്ക് പീസ് റേഡിയോ വലിയൊരു സഹായമാണ്. പീസ് റേഡിയോയിലെ കുട്ടികൾക്കുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ ജമീൽ ആപ്പ്, കുട്ടികൾക്ക് ഒന്നുകൂടി വിഷ്വൽ കണ്ടന്റുകളായിരിക്കും താല്പര്യം. അപ്പോൾ പീസ് റേഡിയോ അല്ല, കുട്ടികൾ ഒന്നുകൂടി ഓപ്റ്റ് ചെയ്യുക ഏതായിരിക്കും? ജമീലായിരിക്കും. എന്നാൽ പീസ് റേഡിയോ ടെലിഗിസ് കുട്ടികൾക്ക് വലിയ താല്പര്യമായിരിക്കും. കാരണം സമ്മാനം കിട്ടും, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ മതി. അങ്ങനെ നമുക്കുള്ള അവസരങ്ങൾ പ്രത്യേകിച്ച് നോക്കുക. ഇപ്പോൾ ജമീൽ ആപ്പ് നമ്മുടെ ടാബിലോ ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് അത് കുട്ടികൾക്ക് തുറന്നു കൊടുത്ത് ആ ആപ്പിൽ കുട്ടികൾ എങ്ങോട്ട് പോയാലും ഒരു പ്രശ്നമില്ല. ജമീൽ ആപ്പിൽ കുട്ടികൾ ഏത് വീഡിയോ കണ്ടാലും നല്ലതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നിലക്ക് അതിൽ ഓഡിയോസ് കേൾക്കാം, അതിൽ ഗാനങ്ങളുണ്ട്. വീഡിയോസിൽ വന്നാൽ അതിൽ ഗാനങ്ങളുണ്ട്, കുട്ടികൾക്കുള്ള തേൻമൊഴി പോലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ ജമീൽ ആപ്പിലുണ്ട്. അപ്പോൾ അതൊരു പരിഹാരമായി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. മറ്റുള്ളവയിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റ, യൂട്യൂബിലൊക്കെ നല്ലതുണ്ട്. ഓർമ്മ ഈ പച്ചക്കറി കടയിൽ ഈ ഹോൾസെയിൽ തക്കാളിപ്പെട്ടി എടുക്കുമ്പോൾ ഭയങ്കര വില കുറവാണ്. തക്കാളി മൊത്തത്തിൽ എടുക്കുമ്പോൾ ശരി ചീനതും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. പക്ഷേ പലപ്പോഴും എന്താ പറയുക, ഇന്ന് നമ്മൾ യൂട്യൂബും ഇൻസ്റ്റൊക്കെ തുറക്കുമ്പോൾ നേരെ തക്കാളിപ്പട്ടിയുടെ ഉദാഹരണം അത് നേരെ തിരിച്ചാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കാണെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ അതിൽ നിന്നും എന്ത് ചെയ്യാണ്, വഴുതി പോകുന്ന അവസ്ഥകൾ തീർച്ചയായിട്ടും. എന്താണ് സജഷൻസ് വരിക എന്നൊന്നും പറയാൻ കഴിയില്ല, എന്താണ് ആഡായി വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ ആ കുട്ടികൾ ക്ലിക്ക് മതിയാകും ഒരു ജീവിതം എന്ത് ചെയ്യാൻ, മാറ്റാൻ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചിന്ത എല്ലാ ശ്രോതാക്കളും, ഞാനും നിങ്ങളും എല്ലാവരും, എല്ലാ പാരൻസും ഒക്കെ ഏറ്റെടുക്കുക. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കൃത്യമായി നിയന്ത്രിക്കുക. അവരുടെ ഭാവിയെ സംബന്ധിക്കുന്ന വലിയൊരു വിഷയമാണ് എന്നത് എല്ലാവരും ഉൾക്കൊള്ളുക.